ഹലോ ഗൈസ്, അപ്പോൾ ഫസ്റ്റ് വീഡിയോ ആണ്. എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിൽ എക്സ്ക്യൂസ് ചെയ്യണം കേട്ടോ. കുറവുകൾ കാണും, കാരണം ഫസ്റ്റത്തെ വീഡിയോ അല്ലേ, എങ്ങനെ എടുക്കണം, എന്ത് പറയണം, ഒട്ടും പ്രിപ്പറേഷൻസ് ഒന്നും ഇല്ലാണ്ട് എടുക്കുന്ന ഒരു വീഡിയോ ആണ്. കാരണം നമ്മൾ കുറേയൊക്കെ പ്രിപ്പയർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ പറയണില്ല, അങ്ങനെ ഒരു അവിയൽ പരിവായിപ്പോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇൻട്രൊഡ്യൂസിങ് മൈ സെൽഫ്, ഇറ്റ്സ് മീ റസി അമീൻ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഓക്കെ, യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ഞാൻ തീരുമാനിച്ചപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്ത് ടോപ്പിക് തിരഞ്ഞെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ കൺഫ്യൂഷൻസിലെല്ലാം ലാസ്റ്റ് എത്തിയത് ഞാൻ ഒരുപാട് ടോപ്പിക്കുകൾ ചിന്തിച്ചു കേട്ടോ. അപ്പോൾ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടല്ലേ ഉപയോഗമുള്ളൂ. എനിക്കറിയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ വന്നിരുന്ന് വളവള പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പം ഞാൻ എനിക്കറിയുന്ന ഒരു കാര്യം പറയുക എന്നുള്ളതാണ്. അപ്പൊ എനിക്കറിയാവുന്നത്, ഞാനിപ്പോ സ്കിൻ കെയർ ബേസ് ചെയ്ത് പോവാം എന്നാണ് വിചാരിക്കുന്നത്. കാരണം എനിക്ക് ഇച്ചിരിയെങ്കിലും കുറച്ചൊക്കെ അറിയാവുന്ന അതാണ്. പിന്നെ രണ്ടാമത് എന്റർടൈൻമെന്റ് ഉദ്ദേശിക്കുന്നുണ്ട്, കിഡ്സിന്റെ കാര്യങ്ങള്, പിന്നെ ഫുഡ്, കുക്കിംഗ്, അങ്ങനെ ഫാമിലി വ്ളോഗൊക്കെ എല്ലാം ഉൾപ്പെടുത്തിയ ഒരു ചാനൽ ഉണ്ടാക്കണമെന്നാണ്. അല്ലാതെ ഇന്നൊരു വിഷയത്തിലോട്ട് തന്നെ നിൽക്കണം എന്നുള്ളത് എനിക്കില്ല കേട്ടോ. പക്ഷെ ബേസിക്കലി ഞാൻ ഫോളോ ചെയ്യുന്നത് സ്കിൻ കെയർ, ഫാഷൻ കാര്യങ്ങൾ, അങ്ങനെയുള്ള ബേസിസിൽ പോകാനാണ്. അപ്പോൾ സ്കിൻ കെയർ തിരഞ്ഞെടുത്തു എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോഴും ഒരുപാട് പേർക്കും അറിയത്തില്ല. നമ്മളെ നാട്ടിലുള്ളവർക്കൊന്നും, നമ്മളെ നാട് പോട്ടെ, ഒരുപാട് പേർക്ക് ഇപ്പം ഒരു 90s കിഡിനൊന്നും ഇപ്പോഴും എന്താണ് സ്കിൻ കെയർ, എന്താണ് കാര്യം എന്നൊന്നും ഇപ്പോഴും അറിയാതെ നിൽക്കുന്നവരുണ്ട്. അറിയാതെ ഒരുപാട് സാധനങ്ങളൊക്കെ വാരി മുഖത്ത് ഏച്ചി 8-16 പണികൾ മേടിച്ചിരിക്കുന്ന ഇഷ്ടം പോലെ പേരുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഒരു ഉപകാരം ആയിക്കോട്ടെ എന്നുള്ളതേ ഞാൻ വിചാരിക്കുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ, വലിച്ചു നീട്ടി ഫസ്റ്റ് വീഡിയോ എന്നെ ബോറാക്കുന്നില്ല. അപ്പൊ ഫസ്റ്റത്തെ കാര്യം പറയാം, എന്താണ് സ്കിൻ കെയർ എന്നുള്ളത്. ഓക്കെ, എന്താണ് സ്കിൻ കെയർ? സ്കിൻ കെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമേ ഉള്ളൂ. നമ്മള് ഇന്റേണൽ ഓർഗൻസിന് നമ്മൾ എന്ത് കൊടുക്കുന്നു? ഫുഡ് കൊടുക്കുന്നുണ്ടല്ലേ. ഇന്റേണൽ ഓർഗൻസിന് വേണ്ടിയിട്ട്, അതായത് കിഡ്നി, ലിവർ, ഹാർട്ടിനൊക്കെ വേണ്ടിയിട്ട് ഫുഡ് കാര്യങ്ങൾ, അതിനെന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ മരുന്നൊക്കെ കൊടുത്ത് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ആ ഇന്റേണൽ ഓർഗൻസ് പോലുള്ള നമ്മളെ സെൻസ് ഓർഗനാണ് നമ്മളെ സ്കിൻ. ഈ തൊലി അത് നമുക്ക് ഉണ്ടായിരുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് പറ്റുമായിരുന്നു? എന്നെ പോലെ നമ്മൾ പ്രത്യേകിച്ച് വീട്ടമ്മമാരൊക്കെ ഒരു കല്യാണമൊക്കെ കഴിഞ്ഞൊരു കുട്ടികളൊക്കെ ആയ പിന്നെ പറയാൻ വേണ്ട, നമ്മള് സ്കിൻ കെയർ ചെയ്ത കുളിക്കുന്നതും ഫുഡ് കഴിക്കുന്നത് പോലും ഒന്നും നമ്മൾ ശ്രദ്ധിക്കത്തില്ല. അപ്പൊ നമ്മൾ പതുക്കെ 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 എങ്ങനെ നമ്മളെ സ്കിന്ന് നശിച്ചു തുടങ്ങിക്കൊണ്ടിരിക്കും, സ്കിന്നിന് ഓരോ ഇഷ്യൂസ് വന്നുകൊണ്ടിരിക്കും. അതൊന്നും നമ്മൾ അറിയൂല, നമ്മൾ ശ്രദ്ധിക്കൂല. അങ്ങനെ പോയി 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 നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ, സെലിബ്രിറ്റീസ് ഒക്കെ ഇപ്പോഴും എങ്ങാനും ഗ്ലോ ആയിട്ട് ഇരിക്കുന്നുണ്ട്. നമ്മളൊക്കെ ഒരു 30+ ആവുമ്പോ തന്നെ ഇങ്ങനെ കിളവിമാരായി പോകുന്നത് എന്താണ്? ചിന്തിക്കണം. കിളവിമാര് മാത്രമല്ല, അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ആയി പോകുന്നത് എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിക്കണം. ഇത് എവിടെ നോക്കണം, ഇങ്ങോട്ട് നോക്കണം, ഇങ്ങോട്ട് നോക്കണം, എല്ലാവരും കൺഫ്യൂഷൻ ആണ് കേട്ടോ. പിന്നെ കോങ്കണ്ണ് പോലെ എങ്ങാനും തോന്നോ എന്തോ, അറിയാൻ പാടില്ല. ഓക്കെ, അപ്പോ സ്കിൻ കെയർ ബേസിക്കലി നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ചോദിക്കുക. ഇപ്പോഴും നമ്മളെ നാട്ടിൽ ഒരു സംസാരമുണ്ട്, എന്റെ സ്കിൻ നോർമൽ ആയിരുന്നു, ഇപ്പൊ ഞാൻ കുറെ വീഡിയോസ് കണ്ട് ക്രീമുകൾ ആര് തേച്ചപ്പോഴത്തേനും എന്റെ സ്കിൻ അങ്ങനെ കൊളോയി, ഇങ്ങനെ കൊളോയി, അങ്ങനെയൊക്കെ പറയുന്നത് അല്ലേ. പക്ഷേ ശരിയാണ്, നമ്മൾ ചില വീഡിയോസ് കണ്ട് നമ്മളെ സ്കിൻ ടൈപ്പിന് ചേരാത്ത സാധനങ്ങൾ വാരി മുഖത്തിട്ട് കഴിഞ്ഞാൽ നമ്മളെ സ്കിൻ കൊളോ ആവും, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇപ്പൊ ഞാൻ നിങ്ങളോട് ഫസ്റ്റ് പറഞ്ഞ ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്യും. ഡോക്ടറെ അടുത്ത് നിങ്ങൾ ചോദിക്കുക, ഡോക്ടറെ ഞാൻ എങ്ങനെ സ്കിൻ കെയർ ചെയ്യണം? ഫസ്റ്റ് അവർ പറയും സോപ്പ് മാറ്റാൻ, രണ്ടാമത് പറയും ഒരു മോയ്സ്ചറൈസർ, മൂന്നാമതൊരു സൺസ്ക്രീൻ. ഇത്രയാണ് ബേസിക് സ്കിൻ കെയർ റൊട്ടീൻ എന്ന് പറയുന്നത്. ഇത്ര സാധനങ്ങൾ മാത്രം മതി നമുക്ക്. ഒരു ഫേസ് വാഷ് അല്ലെങ്കിൽ ഒരു ക്ലെൻസർ, ഒരു മോയ്സ്ചറൈസർ, ഒരു സൺസ്ക്രീൻ, അത്രയും മതി. നോർമലി സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാൻ ആ സാധനങ്ങൾ മാത്രം മതി. അപ്പോൾ ഇത്ര സാധനങ്ങൾ യൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങളെ സ്കിന്നിന് ഒരു കുഴപ്പങ്ങളും ഉണ്ടാകത്തില്ല. ഒരു കുഴപ്പങ്ങളെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പവും ഉണ്ടാവില്ല, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ സ്കിൻ കെയർ എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് അടുത്ത ഡൗട്ട്. ഫസ്റ്റ് നിങ്ങളെ എങ്ങനെ സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കുക ഒരു ഷോർട്ട് വീഡിയോ ആണ് കേട്ടോ. കാരണം ഫസ്റ്റ് വീഡിയോ ആണ്, ഞാൻ ഇതിൽ പറഞ്ഞു പോയി ഒരുപാട് അങ്ങ് ലെങ്ത് ആയിപ്പോ പിന്നെ നിങ്ങൾക്ക് ബോറാവും. അപ്പം ഫസ്റ്റത്തെ വീഡിയോയിൽ പറയുന്നില്ല. എങ്ങനെ
സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കുക. സ്കിൻ ടൈപ്പിന് പറ്റിയിട്ടുള്ള പ്രോഡക്റ്റുകൾ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. അല്ല നിങ്ങൾക്ക് സിവിയർ ആയിട്ടുള്ള ആക്നെ പ്രോൺ സ്കിന്നാണ്, സെൻസിറ്റീവ് ആണ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഡോക്ടർ പറയുന്നതായിട്ടുള്ള പ്രോഡക്ട്സ് മേടിച്ച് യൂസ് ചെയ്യുക. അല്ലാത്തവർക്ക് ഇഷ്ടം പോലെ പർപ്പിളിലും സ്മിറ്റണിലും നൈക്കിയിലും ഒക്കെ ഇഷ്ടം പോലെ പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. നമുക്ക് ചേരുന്ന നോർമൽ സ്കിന്നിനാണ് അങ്ങനെ, ഡ്രൈ സ്കിന്നിന് അങ്ങനെ, ഓയിലിക്ക് അങ്ങനെ, കോമ്പിനേഷൻ അങ്ങനെ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. അതെല്ലാം മേടിച്ച് യൂസ് ചെയ്യാം. ഫസ്റ്റ് എല്ലാം മേടിക്കുമ്പോൾ സാമ്പിൾസ് മേടിക്കാം കേട്ടോ. സ്മിറ്റണിലൊക്കെ പെട്ടെന്ന് സാമ്പിൾസ് കിട്ടാൻ, ട്രയൽ പാക്ക് ഒക്കെ കിട്ടാൻ എളുപ്പമാണ്. പർപ്പിളിലും കിട്ടുന്നുണ്ട്. 15 ml ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതൊക്കെ ചെറിയ എമൗണ്ട്, ചെറിയ പൈസക്ക് കിട്ടും. അതൊക്കെ മേടിച്ച് യൂസ് ചെയ്ത് നിങ്ങളെ സ്കിന്നിന് എന്ത് ചേരും ഏത് ചേരില്ല എന്ന് ആദ്യം കണ്ടുപിടിച്ച് നിങ്ങൾ യൂസ് ചെയ്ത് തുടങ്ങാം കേട്ടോ. അതാണ് ഫസ്റ്റത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന പോലെ കുറെ പേര് പറയുന്നുണ്ട്, ഇതുവരെയും ഒന്നും തേക്കാതിരുന്ന എന്റെ മുഖത്ത് ഞാൻ ഇതൊക്കെ വാരിയിട്ട് പൊള്ളിക്കരിഞ്ഞ് കുരു എന്ന് പണ്ടാരം. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റുകൾ സെലക്ട് ചെയ്യുക. അല്ലാതെ ഒരാൾ പറഞ്ഞു എന്ന് വെച്ചിട്ട് ആ സാധനം നമുക്ക് ചേരുമോ ഇല്ലയോ എന്നറിയാതെ അത് 10, 500, 1000 രൂപയൊക്കെ കൊടുത്ത് മേടിച്ച് മുഖത്തിട്ട് പണി മേടിച്ചിട്ട് ആ സാധനം കൊള്ളൂല എന്ന് നാട്ടുകാരുടെ പോയി പറയരുത്. മേ ബി അത് നിങ്ങൾക്ക് ചേരാത്തൊരു സാധനമായിരിക്കാം, അല്ലേ? അത് നിങ്ങൾക്ക് ചേരാത്തൊരു സാധനമായിരിക്കാം. നിങ്ങൾക്ക് ചേരുന്ന സാധനങ്ങൾ നിങ്ങൾ മേടിച്ച് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ നാട്ടുകാരെ കൂടെ സ്കിൻ കെയർ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമാണെന്ന് പറഞ്ഞ് കൺഫ്യൂസ് ചെയ്യിക്കാതിരിക്കുക. അത് ഒന്നാമത്തെ കാര്യം. അപ്പൊ സ്കിൻ കെയർ എന്താണെന്ന് മനസ്സിലായല്ലോ. നമ്മളെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ളതാണ്. ആകെ മോയ്സ്ചറൈസറും സൺസ്ക്രീനും വെച്ച് നമ്മളൊരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതായത് നമ്മളെ സെൻസ് ഓർഗനായ ഈ സ്കിന്നിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് സ്കിൻ കെയർ എന്ന് പറയുന്നത്. പച്ച മലയാളത്തിൽ അത്രയേ ഉള്ളൂ. നമ്മൾ പ്രൊട്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ അത്രയും നന്നായിട്ടിരിക്കും, അത്രയും കാലം നന്നായിട്ടിരിക്കും. പ്രൊട്ടക്ട് ചെയ്തില്ലെങ്കിൽ അങ്ങനെ അങ്ങ് പോയിക്കോളും. പ്രൊട്ടക്ട് ചെയ്യണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല, ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്, അത്രയേ ഉള്ളൂ. അപ്പം പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ നോർമലി ഇച്ചിരി ഡാർക്ക് സ്കിൻ ഉള്ള ആളാണ്. അപ്പൊ എന്നോട് ഒരുപാട് പേര് ഇങ്ങനെ ചോദിച്ചു, ഫ്രണ്ട്സ് ആണ് കേട്ടോ, എന്റെ അടുത്ത ഫ്രണ്ട്സ് ഒക്കെ ചോദിച്ചു, ഈ ഇങ്ങനെ ഇരിക്കുന്ന നീ ആണോ സ്കിൻ കെയർ ചെയ്യുന്നതെന്ന്. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ആരടുത്തും എവിടെയും പോയി പറയുന്നില്ല ഇങ്ങനെ നിങ്ങളെ വെളുപ്പിച്ച് തരാം, വെളുത്തിട്ട് പാറും എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ, വെളുത്തിട്ട് പാറാൻ വേണ്ടിയല്ല ഞാൻ പറയുന്നത്. നിങ്ങളെ സ്കിന്നിനെ ഈ പൊല്യൂഷൻസിൽ നിന്നും ഈ നമ്മളെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് മാറി വരുന്നതിൽ നിന്നൊക്കെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അല്ലാതെ വെളുത്തിട്ട് പാറാ എന്ന് പറയുന്നില്ല. ഉറപ്പായിട്ട് സ്കിൻ കെയർ ചെയ്ത് കഴിഞ്ഞാൽ 1 or 2 ഷെയ്ഡ് നമ്മളെ സ്കിന്നിന്റെ ടാനൊക്കെ മാറി ഒരു ബ്രൈറ്റ്നെസ് കിട്ടും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അല്ലാതെ ഈ പറയുന്ന കണക്ക് സായിപ്പ് കുട്ടി പോലെ ആക്കി തരാം എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ, സ്കിൻ കെയർ എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ. അല്ലാതെ വെളുക്കുക എന്നുള്ളൊരു തീമല്ല ഞാൻ പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് തിങ് വന്നിട്ട്, ഇതിനൊക്കെ ഭയങ്കര പൈസ ആവത്തില്ലേ? ഓരോ പ്രോഡക്റ്റിന് 300, 400 ഒക്കെ രൂപയുണ്ട്. നമ്മൾ ഈ കുഴിമന്തി, അൽഫാം, നമ്മളെ ശരീരത്തിന് വേണ്ടാത്ത സാധനങ്ങൾ മേടിച്ച് 10, 2000 രൂപയൊക്കെ കൊടുത്ത് എല്ലാവരും മേടിച്ച് ആഴ്ചയിലൊക്കെ 2000 രൂപ ഞാൻ പറയുന്നു നോർമലി മേടിക്കുമ്പോൾ 300, 400 എത്ര ആവട്ടെ, വാട്ടവർ ഇറ്റ്സ്, അതെന്തോ ആവട്ടെ, അത്രയും പൈസക്ക് മേടിച്ച് നമ്മള് എക്സ്റ്റേണൽ ഓർഗൻസിനെ നശിപ്പിക്കാനുള്ള സാധനം മേടിച്ച് തിന്നുന്നില്ലേ നമ്മൾ? അത് കണക്കിനല്ലേ ഇപ്പൊ നിങ്ങൾ ഒരു 249 രൂപ എടുത്തൊരു ഫേസ് വാഷ് മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏകദേശം ഒരു 3-4 മാസം യൂസ് ചെയ്യാം. അതാണോ പൈസ എന്ന് പറയുന്നത്? 3-4 മാസത്തേക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരു 250 രൂപ ചെലവാക്കുന്നത് ഭയങ്കര വലിയ കാര്യമായിട്ട് കാണേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ അത് നമുക്ക് ബേസിക്കലി ഒരു നീഡാണ്, നമുക്ക് വേണ്ട ഒരു കാര്യമാണെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അപ്പോ ഫസ്റ്റ് വീഡിയോയില് ഒരുപാട് വലിച്ചു നീട്ടി 10-20 മിനിറ്റ് പറഞ്ഞു പോകണമെന്നൊന്നും എനിക്കില്ല. എന്താണ് സ്കിൻ കെയർ, എന്തിനാണ് ഞാൻ ചാനൽ തുടങ്ങിയത്, ഞാൻ ആരാണ് എന്നൊക്കെ ഒന്ന് പറഞ്ഞു തരണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇത്രയേ ഉള്ളൂ പറയാൻ. ബേസിക്കലി സ്കിൻ കെയർ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർ 4 പ്രോഡക്റ്റ് മേടിക്കുക. ഒരു ഫേസ് വാഷ്, ഒരു ക്ലെൻസർ, ഒരു മോയ്സ്ചറൈസർ, ഒരു സൺസ്ക്രീൻ അക്കോർഡിംഗ് ടു യുവർ സ്കിൻ ടൈപ്പ്. ഏതാണോ നിങ്ങളെ സ്കിൻ ടൈപ്പ്, ആ സ്കിൻ ടൈപ്പിന് ചേരുന്ന സാധനം നോക്കി മേടിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ എന്റെ മെയിൽ ID കൊടുത്തേക്ക് മെയിൽ ചെയ്താൽ മതി, അതല്ലെങ്കിൽ കമന്റ് ചെയ്താൽ മതി, ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ എന്നെ അറിയുന്നവരൊക്കെ ആണെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം. പിന്നെ എന്തുവാണ്, സ്കിൻ കെയർ സ്കാം ആണെന്ന് പറയുന്നവർക്ക് എന്റെ സ്കിന്നാണ് കേട്ടോ ഞാൻ എക്സാമ്പിൾ ആയിട്ട് കാണിക്കാം. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ, ഒട്ടും ആക്നെയോ അല്ലെങ്കിൽ ഒരു ഡാർക്ക് സ്പോട്ടോ ഒന്നും ഇല്ലാതെ ഞാൻ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ കെയർ ചെയ്തിട്ട് കൊണ്ട് നടക്കുന്നതാണ്. അപ്പൊ കറുത്തിരിക്കുന്ന വെളുത്തിരിക്കുന്ന എന്നുള്ളതല്ല, ക്ലിയർ ആയിട്ടുള്ള ഈവൻ ടോൺ ആയിട്ടുള്ള പിഗ്മെന്റേഷൻ ഒട്ടും ഇല്ലാത്ത, ഡാർക്ക് സ്പോട്ട്സ് ഇല്ലാത്ത ഈവൻ ടോൺ ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അങ്ങനെയാണ് ഞാൻ ഫോളോ ചെയ്ത് വന്നത്, അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ,
അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ബൈ.